ഐഡിയാസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ്. വാദി അശോക എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പം നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ്. നമ്മൾ കാലത്തൊക്കെ റെഡി ആയിരിക്കുന്നു. ഇനിയും വഴിയിലുള്ള കാഴ്ചകൾ കണ്ട് നമുക്ക് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ പോകുന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിൽ 2 കഴുതകൾ നിൽക്കുന്നത് കണ്ടു. മരുഭൂമിയിൽ വളരെ അപൂർവമായിട്ടാണ് കഴുതകളെ കാണാറുള്ളത്. ഷാർജയിൽ നിന്നും 80 കിലോമീറ്റർ ദൂരെയാണ് വാദി അൽ ഷൗക്ക ഡാം സ്ഥിതി ചെയ്യുന്നത്. ഷാർജ ഫുജൈറ റോഡിലാണ് ഇതുള്ളത്. ഇത് ട്രക്ക് റോഡാണ്. അനേകം ട്രക്കുകൾ നമ്മളെ ക്രോസ് ചെയ്ത് പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. റോഡിൻ്റെ ഇരുവശങ്ങളും നല്ല കൂറ്റൻ മലനിരകൾ നമുക്ക് കാണാൻ കഴിയും. നല്ല മനോഹരമായ കാഴ്ചയാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലും ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വീടുകൾ നമുക്ക് കാണാൻ കഴിയും. മലകൾ വെട്ടി നിരപ്പാക്കി റോഡ് പണിതിരിക്കുകയാണ്.
അങ്ങനെ നമ്മൾ അവസാനമായി നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന മലനിരകൾക്കടിയാണ് വാദി അൽ ഷൗക്ക ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ കൂറ്റൻ മലനിരകൾക്ക് ഇടയിൽ നമുക്ക് താഴേക്ക് പോകാം. താഴെ അതിവിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമുക്ക് താഴെ വണ്ടി പാർക്ക് ചെയ്യാം. നല്ല മനോഹരമായ കാഴ്ച, കൂറ്റൻ മലനിരകൾ. നമുക്ക് മലകൾക്ക് അടിയിലേക്ക് പോകാം. ഈ കാണുന്നതാണ് വാദി അൽ ഷൗക്ക ഡാം. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ട്രെക്കിങ്ങിന് പോകാനുള്ള സ്ഥലമുണ്ട്. നമുക്ക് പ്രകാലം അങ്ങോട്ട് പോകാം. സ്റ്റെപ്പുകൾ കെട്ടിയിട്ടുണ്ട് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇത് ഒരു ട്രഡീഷണൽ അറബിക് പോട്ടാണ്. ഇതിനെ ഡെല്ല എന്നാണ് അറിയപ്പെടുന്നത്. അറബികൾ കോഫി കുടിക്കാനായി ഉപയോഗിക്കുന്ന മണ്ണുകൊണ്ടുണ്ടാക്കിയ അതിൻ്റെ ഒരു മോഡലാണിത്. ഈ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ മലമുകളിലേക്ക് കയറി പോകേണ്ടത്. ഇതുവഴി പതുക്കെ നമുക്ക് ഡാമിൻ്റെ മുകളിലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകാം. മനോഹരമായി പാറക്കല്ലുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ മനോഹരമായ സ്റ്റെപ്പാണ്. കുട്ടികളെ കൊണ്ട് വന്നാൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക് ഇവിടെയുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ഷൗക്ക ഡാം. സമ്മർ സീസൺ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അത് കാരണം ഇവിടെ വെള്ളം കുറവാണ്. ഇനി മഴക്കാലം തുടങ്ങുമ്പോൾ ഇവിടെ വെള്ളം നിറയും. UAE-യിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. റാസൽ ഖൈമ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ടൂറിസ്റ്റുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നെറ്റ് കെട്ടി തിരിച്ചിരിക്കുന്നത്. ഡാമിൻ്റെ ഒരു വശം മുഴുവൻ ചെമ്പകം നട്ടിട്ടുണ്ട്. അതെല്ലാം പൂത്തു നിൽക്കുന്നു. വളരെ മനോഹരമായ കാഴ്ച.
നമ്മളിപ്പോൾ ട്രക്കിംഗ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 100 സ്റ്റെപ്പ് കയറണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. പിന്നെ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് 500 വരെ പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എത്ര വരെ പോകാൻ കഴിയുമെന്ന്. ഇത് ഒരു കാട്ടുമുൾച്ചെടിയാണ്. മരുഭൂമിയിലൊക്കെ കാണുന്ന ഒരു പ്രത്യേകതരം ചെടി. ഇതിൻ്റെ ഇല ഒട്ടകങ്ങൾ ഭക്ഷിക്കാറുണ്ട്. ഇതിൻ്റെ തണ്ടിലൊക്കെ മുള്ളുണ്ട്. കുഞ്ഞു കുഞ്ഞു ഇലയാണ്. ഇതിനിടയ്ക്ക് ഒരു പക്ഷിക്കൂട് കാണാൻ കഴിയും. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇത് ഡാമിൻ്റെ മറുവശത്ത് നിന്നുള്ള കാഴ്ചയാണ്. ദൂരെ കാണുന്നതാണ് ഡാം. വെള്ളം ഇപ്പോൾ വളരെ കുറവാണ്. ഇത് മറ്റൊരു ദൃശ്യം.
ഇവിടെ നിന്നാണ് ട്രക്കിംഗ് ആരംഭിക്കുന്നത്. ഇതാ ഈ സ്റ്റെപ്പ് വഴിയാണ് മലമുകളിലേക്ക് പോകേണ്ടത്. ഓരോരുത്തരും മുകളിലോട്ട് കയറി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്കും പുറകാലെ പോകാം. ഞാൻ ട്രക്കിങ്ങിന് വേണ്ടി പോകാൻ പോവുകയാണ്. അതിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു. ഒരു 100 സ്റ്റെപ്പെങ്കിലും കയറുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് വെച്ചിട്ട് ഒരു 100 പറഞ്ഞ് പോകുന്നു. ചിലപ്പോൾ അത് 500ലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് മേളിൽ ചെന്നിട്ട് കാണാം. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മൾ ട്രക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ മകൻ മുമ്പ് പോകുന്നു, മകൾ പുറകെ, ഞാൻ അതിൻ്റെ പിന്നാലെ. നമുക്ക് നോക്കാം എത്ര സ്റ്റെപ്പ് വരെ പോകാൻ കഴിയുമെന്ന്. എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, എല്ലാവരും വരിക നമ്മുടെ പുറകെ. അങ്ങനെ ഞങ്ങൾ 121 സ്റ്റെപ്പ് കയറി ആവശ്യരായിരിക്കുകയാണ്. ഇതാ ഈ താഴോട്ട് കാണുന്ന സ്റ്റെപ്പുകൾ കയറിയാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ ഓൾറെഡി 123 സ്റ്റെപ്പ് ആയിട്ടുണ്ട്. ഇനി മുകളിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, കുറച്ചുകൂടെ നമുക്ക് കയറി നോക്കാം. കമാൺ. അങ്ങനെ ഞങ്ങൾ 300 നമുക്ക് അത് താഴെ വരണം. അയ്യോ, അപ്പോൾ ഇനി ഞങ്ങൾ താഴോട്ട് പോകാൻ പോവാണ്. വളരെ ക്ഷീണിച്ചു. ഓക്കെ, ഒരു ചലഞ്ചായിരുന്നു 300 തയ്ക്കണം എന്നുള്ളത്. 300 തികഞ്ഞു. 500 വേണ്ടത്, പക്ഷെ പോറ്റതില്ല. തിരിച്ച് ഡ്രൈവ് ചെയ്യാനുള്ളത് കൊണ്ട് ഞങ്ങൾ 300 നിർത്തുന്നു. ഓക്കെ, നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ലോലി വേണം കയറാൻ, ഇവിടെ തെന്നി പോകും. അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. നല്ല ഗ്രിപ്പുള്ള ഷൂസ് കൊണ്ട് വരണം, ഇല്ലെങ്കിൽ ഗ്രിപ്പ് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇവിടെ ഗ്രിപ്പുള്ള ഷൂസ് വെച്ച് വരണം നിങ്ങൾ. അജാർ മലകളാൽ ചുറ്റപ്പെട്ട വാദി ഷൗക്കയുടെ അതിമനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. 300 സ്റ്റെപ്പ് മുകളിൽ നിന്നുള്ള കാഴ്ച, അതിമനോഹരമായ ദൃശ്യം. നമ്മൾ താഴെ ഇറങ്ങി വന്നപ്പോൾ ഒരു ആട്ടിൻകുഞ്ഞ് ഡാമിനുള്ളിലേക്ക് തീറ്റി തേടി പോകുന്നത് കണ്ടു. ഒരിക്കൽ കൂടി ഡാമിൻ്റെ ദൃശ്യം നിങ്ങളിലേക്ക്. തടിയുടെ രൂപത്തിൽ സിമെൻ്റ് കൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ ഫാമിലിയുമായി വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണിത്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ ഞങ്ങളിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുക. ഇനി അടുത്ത വീഡിയോ ആയി എത്തുന്നവരെയും ബൈ ബൈ.